ഗാസയെ കീറിമുറിക്കാനുള്ള വമ്പൻ പദ്ധതിയുമായി ഇസ്രായേൽ. റഫയെ ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വിഭിന്നമാക്കാനുള്ള വമ്പൻ പദ്ധതിയാണിപ്പോൾ ഇസ്രായേൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ്സാരിം ഫിലാഡൽഫി ഇടനാഴികൾക്ക് പുറമെ റഫയെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പുതിയ ഇടനാഴി നിർമ്മിക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു. റഫയെ ഗാസയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തും. റഫയെ പൂർണ്ണമായും കൈയടക്കാനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നടപ്പാക്കുന്നത്. നമുക്കറിയാം, ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുക എന്ന പദ്ധതിയാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം അത് റഫയിൽ നടപ്പാക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ തീരുമാനം. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ IDF ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫിലാഡൽഫി കോറിഡോറിന് സമാന്തരമായ മറ്റൊരിടനാഴി മെഡിറ്ററേനിയൻ കടലിലേക്ക് ഇസ്രായേൽ വെട്ടിത്തുടങ്ങുകയാണ്. ആ കോറിഡോർ റഫയെ പരിപൂർണമായും മധ്യ ഗാസയിൽ നിന്നും തെക്കൻ ഗാസയിൽ നിന്നും മാറ്റി നിർത്തും. റഫയെ ഒറ്റപ്പെട്ട ഒരു ഭൂപ്രദേശമാക്കി മാറ്റും. റഫയിലേക്കുള്ള മുഴുവൻ സഞ്ചാരപാതകളും റഫയിലേക്കുള്ള മുഴുവൻ വഴികളും IDF അടയ്ക്കുമെന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് റഫയെ പരിപൂർണമായും ഇസ്രായേലിൻ്റെ അധീനതയിലാക്കുക, റഫയിൽ നിന്ന് അവസാനത്തെ പാലസ്തീനികളെയും കുടിയിറക്കുക, റഫയിൽ ഒരൊറ്റ പാലസ്തീനികളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ റഫയെ പരിപൂർണമായും തങ്ങളുടെ കാൽ കീഴിലാക്കിയാൽ, റഫയിൽ നിന്ന് പാലസ്തീനികളെ പരിപൂർണമായും കുടിയിറക്കിയാൽ ആ പ്രദേശത്തിൻ്റെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലിൻ്റെ പക്കൽ എത്തിച്ചേരും. അതിനുശേഷം മധ്യഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ ശ്രദ്ധ തിരിയും. മധ്യഗാസയിലേക്ക് ഇസ്രായേൽ സേനാവിന്യാസം നടത്തും. അങ്ങനെ പതിയെ ഗാസയിലുള്ള 20 ലക്ഷത്തിലധികം വരുന്ന പാലസ്തീനികളെ, ഗാസാവാസികളെ പരിപൂർണമായും കുടിയിറക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇതിൽ 5 ലക്ഷത്തോളം വരുന്ന പാലസ്തീനികളെ ഏറ്റെടുക്കാമെന്ന് ഈജിപ്റ്റ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു 5 ലക്ഷത്തോളം ആളുകളെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് കയറ്റിവിടാനുള്ള നീക്കമാണിപ്പോൾ ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത്. അവശേഷിക്കുന്ന 10 ലക്ഷത്തിലധികം വരുന്ന ഗാസക്കാരെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റാനുള്ള നീക്കവും അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയൊരു ഭൂപ്രദേശം വിലയ്ക്ക് വാങ്ങിയോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളോട് സാമ്പത്തിക സഹായം നൽകാമെന്ന വാഗ്ദാനത്തിലും കരാറിൻ്റെ അടിസ്ഥാനത്തിലുമോ അവിടേക്ക് ബാക്കി വരുന്ന മുഴുവൻ ഗാസക്കാരെയും കയറ്റിവിടാനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഇത് ഏറെക്കുറെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും. ഇതിനിടയിലാണ് പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഗാസവാസികളെ പരിപൂർണമായും കുടിയൊഴിപ്പിക്കുന്നത് റഫയിൽ നിന്നായിരിക്കും. നമുക്കറിയാം, റഫ എന്ന പ്രദേശം ഏകദേശം 10-12 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥിയായി കഴിയുന്ന ഏറ്റവും കൂടുതൽ ജനനിബിഡമായ ഗാസയിലൊരു ഭൂപ്രദേശമാണ് റഫ. ആ റഫയിലേക്ക് കഴിഞ്ഞ 4-5 മാസമായി ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ പരിപൂർണമായും ഒഴിപ്പിച്ചു. റഫയിൽ ജനനിബിഡമായ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിച്ച് തകർത്തു. ഹമാസിൻ്റെ അടിവേരിളക്കുന്ന ആക്രമണമായിരുന്നു റഫയിൽ ഇസ്രായേൽ സേന നടത്തിയത്. ആ സമയത്ത് റഫയിൽ നിന്ന് ആളുകളെ ഖാൻ യൂനിസിലേക്കും ജബാലിയയിലേക്കും ബൈത്തുൽ ഹലി അടക്കമുള്ള മറ്റു മേഖലകളിലേക്കുമൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ആളുകളോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ആളുകൾ പലായനം ചെയ്തു മറ്റിടങ്ങളിലേക്ക്. അതിനുശേഷം ജനുവരി മാസം 19-ന് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമാണ് 3-4 ആഴ്ചകൾക്ക് ശേഷമാണ് ഈ റഫ മേഖലയിലേക്ക് ആളുകൾ മടങ്ങിയെത്തിയത്. റഫയിലെ മുൻകാല താമസക്കാർക്ക് തിരികെ പ്രവേശിക്കാനുള്ള അനുവാദം ഒടുവിൽ ഇസ്രായേലി സേന നൽകുകയായിരുന്നു. നെറ്റ്സാരിം കോറിഡോറിൽ വലിയ പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ റഫ പ്രദേശത്തേക്ക് തിരികെ പ്രവേശിപ്പിച്ചത്. റഫയിലേക്ക് തിരികെ എത്തുന്നവരിൽ ഹമാസിൻ്റെ ഭീകരന്മാരോ ഹമാസിനുമായി ബന്ധമുള്ളവരോ ഇല്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ഇസ്രായേലി സൈന്യത്തിൻ്റെ ലക്ഷ്യം. അതവർ ഏറെക്കുറെ പൂർത്തിയാക്കി വരുന്നതിനിടയിലാണ് വീണ്ടും ഒഴിപ്പിക്കൽ നിർദ്ദേശവുമായി ഇസ്രായേലി സേന എത്തിയത്. ഈ ഘട്ടത്തിലാണ് വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ഹമാസ് ലംഘിക്കുന്നതും 2ാം ഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുന്നതും. 2ാം ഘട്ട യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഫയിലേക്ക് കടന്ന മുഴുവൻ ആളുകളോടും
തിരികെ സുരക്ഷിതമായ മേഖലയിലേക്ക് പോകാൻ, അതായത് മധ്യ ഗാസയുടെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ റഫയെ പരിപൂർണമായും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. റഫയെ കുടിയൊഴിപ്പിക്കുകയും റഫയിലൂടെ ഫിലാഡൽഫി കോറിഡോറിന് സമാനമായ മറ്റൊരു ഇടനാഴി നിർമ്മിക്കുകയും ചെയ്യും IDF. ഈ ഇടനാഴി നിർമ്മിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം റഫയെ മറ്റു ഗാസയുടെ ഭൂപ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ഗാസ ഇസ്രായേലിൻ്റെ അധീനതയിലായിരിക്കും. അതിന് പിന്നാലെ മധ്യ ഗാസയിലേക്ക് വടക്കൻ ഗാസക്കാരെയും തെക്കൻ ഗാസക്കാരെയും പരിപൂർണമായും കുടിയിറക്കും. മധ്യ ഗാസയിൽ മാത്രമായി ജനവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കും. അല്ലെങ്കിൽ മധ്യ ഗാസയിൽ മാത്രമേ ഗാസക്കാർക്ക് താമസിക്കാനും ടെൻ്റടിച്ച് കിടക്കാനുമുള്ള അവകാശമുണ്ടാവുകയുള്ളൂ. വടക്കൻ തെക്കൻ ഗാസയെ പരിപൂർണമായും കുടിയൊഴിപ്പിക്കുക എന്നതാണ് രണ്ടാം ഘട്ടം. ഇതിൻ്റെ അവസാനം മൂന്നാം ഘട്ടത്തിൽ ഗാസയിൽ നിന്ന് മുഴുവൻ ഗാസാവാസികളെയും മുഴുവൻ പാലസ്തീനികളെയും കുടിയിറക്കാനുള്ള നീക്കമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തുന്നത്. ഇതിനുവേണ്ടി വമ്പൻ പദ്ധതികളാണ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പദ്ധതികൾ അതേപടി നടപ്പിലാക്കാനുള്ള നീക്കമാണ് ഇസ്രായേലും മറുവശത്ത് നടത്തുന്നത്. അതേസമയം ഗാസയിലേക്കുള്ള ആക്രമണം ഓരോ മണിക്കൂറിലും കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ 50 ഇടങ്ങളിലേക്കാണ് ഗാസയുടെ 50 കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന ആക്രമണം നടത്തിയത്. പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ബേസ് ക്യാമ്പുകൾ, ഹമാസിൻ്റെ ഭീകരന്മാർ ഒത്തുകൂടുന്നു എന്ന് ഇസ്രായേൽ സംശയിക്കുന്ന ഇടങ്ങൾ, ആശുപത്രികൾ, മറ്റ് സ്കൂൾ കെട്ടിടങ്ങളൊക്കെ തന്നെ ഈ ആക്രമണത്തിൽ ഉൾപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി പുറത്തുവിടുന്നത്. നാസർ ആശുപത്രിക്ക് സമീപം വലിയ സ്ഫോടനങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. പാലസ്തീനിയൻ അതോറിറ്റി റിപ്പോർട്ട് പ്രകാരം 40-ലധികം ആളുകൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ പുറത്തുവിടുന്നത്. അതേസമയം ജബാലിയയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും ഹമാസ് ഭീകരന്മാരാണെന്ന നിലപാടുമായി പ്രസ്താവനയുമായി IDFും രംഗത്തെത്തിയിരിക്കുന്നു. ജബാലിയയിലെ ഹമാസിൻ്റെ കമാൻഡ് സെൻ്ററാണ് ആക്രമിച്ചതെന്നും മെഡിക്കൽ ക്യാമ്പുകളിലേക്കോ ആശുപത്രികളിലേക്കോ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ IDFിൻ്റെ ഗാസയിലെ വക്താക്കൾ നൽകുന്നത്. എന്തായാലും വളരെ ശക്തമായ ആക്രമണമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ ബുധനാഴ്ചയും ചൊവ്വാഴ്ചയുമായി നടത്തിയത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ഗാസ സ്ട്രിപ്പിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായിരുന്നു. ആ റോക്കറ്റ് ആക്രമണത്തിൻ്റെ ഉറവിടം തേടിയുള്ള ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത് സെൻട്രൽ ഗാസയിലെ ഭൂപ്രദേശത്ത് നിന്നാണ് ഇസ്രായേലിന് നേരെ റോക്കറ്റ് തൊടുത്തുവിട്ടത്. ഇത് ഹമാസാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഹമാസിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖലയിൽ നിന്ന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയതും അതിന് പിന്നാലെ മണിക്കൂറുകൾ പിന്നാലെ ആ മേഖലയിലേക്ക് അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തിയതും. നെറ്റ്സാരിം കോറിഡോറിൽ വലിയ പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ റഫ പ്രദേശത്തേക്ക് തിരികെ പ്രവേശിപ്പിച്ചത്. റഫയിലേക്ക് തിരികെ എത്തുന്നവരിൽ ഹമാസിൻ്റെ ഭീകരന്മാരോ ഹമാസിനുമായി ബന്ധമുള്ളവരോ ഇല്ല എന്ന് ഉറപ്പിക്കുകയായിരുന്നു പ്രധാനപ്പെട്ട ഇസ്രായേലി സൈന്യത്തിൻ്റെ ലക്ഷ്യം. അതവർ ഏറെക്കുറെ പൂർത്തിയാക്കി വരുന്നതിനിടയിലാണ് വീണ്ടും ഒഴിപ്പിക്കൽ നിർദ്ദേശവുമായി ഇസ്രായേലി സേന എത്തിയത്. ഈ ഘട്ടത്തിലാണ് വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ഹമാസ് ലംഘിക്കുന്നതും രണ്ടാം ഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുന്നതും. രണ്ടാം ഘട്ട യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഫയിലേക്ക് കടന്ന മുഴുവൻ ആളുകളോടും തിരികെ സുരക്ഷിതമായ മേഖലയിലേക്ക് പോകാൻ, അതായത് മധ്യ ഗാസയുടെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി സേന നൽകി കഴിഞ്ഞിരിക്കുന്നു.